കഴിഞ്ഞോ? എന്താ പരിപാടി? ക്വാർട്ടേഴ്സിലാണോ? വൈഫ് എന്ത് പറയണു? മോളല്ലേ? മോളെന്ത് പറയണു? ചെറുതല്ലേ മോള്? മോളെന്ത് പറയുന്നു? സുഖായിരിക്കണോ? സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണ്. ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നതിനെയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തൊക്കെ കളഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാത്തിനെയും പൊടിതട്ടി വീണ്ടും എടുത്തു. ഇൻസ്റ്റാഗ്രാം ഒന്നും ഒക്കെ കളഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാ ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ ആദ്യം കളയുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. വാട്സപ്പ് കളയാൻ പറ്റില്ലല്ലോ, അത്യാവശ്യം വേണ്ടതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ കളഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ SRK പോയോ? SRK വിവേകും കൂടിയാണോ കറങ്ങാൻ പോയേ? ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന്. ഓക്കെ. വീട്ടിലെല്ലാവർക്കും സുഖമാണ്. ഓക്കെ. എല്ലാം വേണം. ഇപ്പൊ പിന്നെ എല്ലാം ഏത് വഴിക്കാ നമ്മുടെ ഇത് തെളിയാന്നറിയില്ലല്ലോ. പിന്നെ എല്ലാം നമുക്ക് ഒരു ചാനലൊക്കെ ആവുകയെന്നുണ്ടെങ്കിൽ പലയിടത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ. എനിക്ക് ഫേസ്ബുക്കിൽ 3700 ഫോളോവേഴ്സും മറ്റുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അത് 200 സംതിങ് ഉള്ളൂ. അതന്നെ ആ 200 തന്നെ 100 ഉണ്ടായിരുന്നുള്ളൂ. 200 ഇപ്പം ആയതാ 280 ആണ്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ആണ് രണ്ടാമത്തെ ടോപ്പ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം എനിക്ക് 2200 ആവാറായി. ഇന്നിപ്പോൾ എത്ര പേര് കയറുമെന്ന് അറിയില്ല. ഞാൻ കയറുന്ന സമയത്ത് 2190 സംതിങ് ഉണ്ടായിരുന്നു. അപ്പം ഈ 2200 സബ് ആവാറായി. എല്ലാം വേണം. ആനന്ദ്, ഹായ് ആനന്ദ് ബ്രോ. വിവേക് കറങ്ങി തിരിഞ്ഞ് വന്നോ? ജിസോ വന്നില്ല കേട്ടോ. നിന്റെ കൂടെ നീ SRKനെ കൊണ്ടുപോയോടാ? SRJനെ കാണാനില്ല. നന്നായി വരട്ടെ പറയുന്നുണ്ട്. അതെ. ഏതെങ്കിലുമൊക്കെ വഴിയിൽ തെളിയട്ടെ അല്ലേ? നല്ല രീതിയിൽ അങ്ങോട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ജാൻ ബ്രോ, എനിക്ക് ഇൻസ്റ്റ 2000. ഞാൻ നല്ല ശ്രദ്ധിച്ചു കേട്ടോ. നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റയൊക്കെ പൊടി തട്ടിപ്പോൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഇൻസ്റ്റ അങ്ങോട്ട് ഫുള്ളും കൈകാര്യം ചെയ്യാൻ അറിയില്ല. അതാണ് സത്യം. ഫേസ്ബുക്കിൽ എങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് കൂടിയെന്ന് എനിക്കറിയില്ല. ആനന്ദ് ചേച്ചി, ഞാൻ അശ്വതിയാണ്. എൻ്റെ ഏട്ടൻ്റെ പേരാക്കി ഇതില്ല. ഓക്കെ. അശ്വതിക്ക് എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ആയാലും അറിയില്ല. അതിപ്പോൾ ആനന്ദ് ഞാൻ പുതിയ ഏതോ സബ്സ്ക്രൈബറാണെന്നാണ് വിചാരിച്ചത്. ചേച്ചി അവിടെ മഴയുണ്ടോ? ഇല്ല എന്നാണ് പറഞ്ഞത്. നെറ്റിയിൽ എന്താ പറ്റിയേ? അത് ഗോഡ് ഗിവൺ ഗിഫ്റ്റാണ്. ജനിക്കുമ്പോഴേ ഉള്ളതാ. ഞാൻ കുറേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുപ്രഭുവിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ ഡെലിവറി സമയത്ത് മറ്റേ ഫോർസെപ്സ് ഇല്ലേ, അതുകൊണ്ട് മുറിയായതാ. അതായത് ഡെലിവറി ടൈമിൽ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും അശ്രദ്ധ കുറവ് കാരണം ഒരു റൗഡി ബേബി ആയിട്ട് തലയിൽ കെട്ടുമായിട്ടാണ് ഞാൻ സ്റ്റിച്ചുമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അശ്വതി